ഹലോ ഗൈസ്, ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വയനാട്ടിലേക്ക് പോവാട്ടോ. കോഴിക്കോട് നിന്ന് ഞാനും സ്വാതിയും കയറി ബസ്സിൽ. താമരശ്ശേരിയിൽ നിന്ന് ആദ്രയും സാന്ദ്രയും കയറിയിട്ടുണ്ട്. പ്രിയദർശനിൽ കയറിയോണ്ട് പൈസ കൊടുക്കണ്ടല്ലോ, നമുക്ക് ഫ്രീ ആണല്ലോ. 7 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ 8 മണിക്കാണ് പോയത്. ഞാനാണ് ലേറ്റ് ആയത്. സ്വാതി നേരത്തെ KSRTC വന്നിട്ട് പിന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ പിന്നെ പടിഞ്ഞാറത്തറ തന്നെ ആയതുകൊണ്ട് അവൾ മുട്ടിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മുട്ടിൽ ഒരു ഹാളിലായിരുന്നു കേട്ടോ പരിപാടി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാവുമെന്ന്. പക്ഷെ ബ്ലോക്കൊന്നുമില്ല, ഞങ്ങൾ സുഖമായിട്ട് പോയിട്ടോ. ഞായറാഴ്ച മഴയും ഇല്ലായിരുന്നു, നല്ല വെയിൽ തന്നെയായിരുന്നു. മഴ പെയ്ത ചുരത്തിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ്. പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ല. പിന്നെ ധാറാവളവിലെത്തിയപ്പോൾ നല്ല പണിയാണ് നടക്കുന്നത്. ചുരത്തിൻ്റെ വീതി കൂട്ടുന്ന പരിപാടിയായിരുന്നു. അതുകൊണ്ടൊക്കെയായിരുന്നു ഞങ്ങൾക്ക് പേടി ബ്ലോക്ക് ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വയനാട് എത്തി. വയനാട്ടിലും നല്ല വെയിൽ തന്നെയായിരുന്നു. മുട്ടിൽ ഞങ്ങൾ ആദ്യം സാന്ദ്രം കാത്തിക്കുന്നുണ്ട്. അങ്ങനെ ഹാളിലെത്തി. ഹാളിൽ ഞങ്ങൾ നേരത്തെ കാലത്തെ ഹാജരായതുകൊണ്ട് തന്നെ ആരും വന്നിട്ടില്ല. ബ്രൈഡാണെങ്കിൽ ഫോട്ടോഷൂട്ടിന് പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് പ്രഹസനങ്ങളോട് പ്രഹസനമായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കഥ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ ഫുഡ് കഴിച്ചിട്ടോ. ബിരിയാണി ആയിരുന്നു ഫുഡ്. അങ്ങനെ ഓരോന്നും വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച്. അങ്ങനെ സാന്ദ്രക്കും സ്വാതിക്കും ഫുഡ് കിട്ടി. ഞങ്ങൾക്ക് മൂന്നാക്കും അവർക്ക് ഫുഡ് കിട്ടിയാരെയാണ് ഫുഡ് കിട്ടി. അപ്പോൾ ഒരു ആദ്യമേ ഫുഡ് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാളിലെത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോട് കുറച്ച് ഇവിടെ കടിച്ച്. അങ്ങനെ അപ്പോഴത്തേക്ക് ഗ്രൂം വന്നിട്ടോ. അങ്ങനെ ഗ്രൂമിൻ്റെ എൻട്രി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ എൻട്രി ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി. അങ്ങനെ ഓരോ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ബ്രൈഡ് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി നിൽക്കാം കേട്ടോ. നല്ല ഇവൻ്റൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ടോട്ടലി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രൈഡിനെ ഗ്രൂം സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. ഞങ്ങളിത് ഈ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിട്ടോ. ഞങ്ങൾക്ക് കോഴിക്കോട് എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അഥവാ ബ്ലോക്കൊക്കെ കിട്ടിയാലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവരുടെ ഫോട്ടോഷൂട്ടും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ബാക്കിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലുതായിട്ട് ഫോട്ടോസൊന്നും കിട്ടിയില്ല. എന്നാലും ഞങ്ങളെടുത്ത്. അവിടെ വീഡിയോഗ്രാഫർ തകൃതിമൃത്തിയായിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിട്ടോ. എല്ലാവരോടും ബായി ഒക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ റോട്ടുമിലെത്തിയപ്പോൾ ഞങ്ങളുടെ റോട്ടുമിലെ പ്രഹസനമാണ് കേട്ടോ. വെയിലത്ത് നടക്കുമ്പോഴുള്ള ഒരു കളികളായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ തട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ നടന്നത്. അങ്ങനെ മുട്ടിൽ ഞങ്ങൾ ഒരു ഷേക്ക് കുടിക്കാൻ പറഞ്ഞു. ഷേക്ക് കുടിക്കാൻ കയറി. ഇപ്പം നല്ല ഫ്ലോപ്പായിട്ടുള്ള ഷേക്കാണ് കിട്ടിയത് കേട്ടോ. ടെൻഡർ കോക്കനട്ടും അവക്കാഡോ ആയിരുന്നു വാങ്ങിയത്. അത് കഴിച്ച് ഞങ്ങൾ ബസ് കയറി. പ്രിയദർശിനി തന്നെയായിരുന്നു കയറിയത്. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേൽപ്പിച്ചു. ഞാൻ അവിടെ തന്നെ ബാക്കി എല്ലാവരും ബാക്കിലൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. ചുരത്തിലെത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് നീങ്ങുന്നുണ്ട്. എന്നാലും ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്കായിട്ട് പെട്ടെന്ന് നീങ്ങുന്നു. അവർ ബാക്കിലായി, ഞാനിതാ അവിടെ ഫ്രണ്ടിലൊരു സീറ്റിൽ. എനിക്ക് ബോറടിച്ച് എന്നെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ പോയി. സൈഡിൽ കൂടെ പോകുന്ന വണ്ടികളും ബസ്സൊക്കെ വീഡിയോസൊക്കെ ആക്കാലം വിചാരിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. മഴ ഉണ്ടെങ്കിൽ ചുരത്തിൽ കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ രസമായിരുന്നു. പിന്നെ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിലും അടിപൊളിയാവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോസ്റ്റ് അടിച്ചപ്പോഴുള്ളൊരു വീഡിയോസൊക്കെ എടുത്തതാട്ടോ. അങ്ങനെ ഞാനും സ്വാതിയും കോഴിക്കോട് എത്തി ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഓക്കെ ബൈ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.